ഹലോ, ഇപ്പം എന്താ പണിയെടുക്കുന്നറിയാം? അരി പൂച്ച പൂച്ച അരി വറുക്കുന്ന ഇതാ അതിന്റെ നല്ല കൺമശി കണക്കിനായിട്ടുണ്ട് അതിന്റെ അടി. അയ്യോ, പുകയായിട്ട് അതിന്റെ അടി കൺമശി ആയിട്ടുണ്ട്. പുകയായിട്ട് വർത്താനം പറയുന്നില്ല. അപ്പം അരി വറുത്തിട്ട് കട്ടൻ, പണ്ടെല്ലാം അരി വറുത്തിട്ട് ഇങ്ങനെ കട്ടൻ ചായയിലിട്ട് നമ്മീ തിന്നല്ലേ, നല്ല രസമല്ലേ? ഓരോ ദിവസം ഓരോരോ പൂതിയല്ലേ. ഞാൻ വിചാരിച്ചു അമ്മേച്ചനോട് ഞാൻ പറഞ്ഞു കുറച്ച് അരി വറുത്തോക്കാം, എന്നാൽ അച്ഛന് വൈകുന്നേരം കടിയാക്കാം, അരി ഉണ്ടാക്കിക്കൂടെ, നമുക്ക് കട്ടൻ ചായ വെച്ചിട്ട് കട്ടൻ ചായ ഇട്ടില്ല. രസമല്ലേ? പാൽച്ചായയിലിടയില്ല, പാൽച്ചായയിലൂടാ, പക്ഷെ കട്ടൻ ചായയിലെ ടേസ്റ്റ്. പണ്ട് ഇതാണ് അരി വറുത്തിട്ട് പൊടിച്ചിട്ട് അരിയെല്ലാം കൂട്ടിട്ട് തിന്നു, നല്ല രസമാണ്. അരി ഉണ്ട് ഇതിനെ കൊണ്ടാക്കല്, നല്ല ടേസ്റ്റ് അല്ലേ? നല്ല രസമാണ്. കട്ടൻ ചായ ആക്കിയിട്ട് നമുക്ക് അതിലിട്ട് ചെയ്യാം. അമീസ് കട്ടൻ ചായ വെക്ക്, അമീസ് കട്ടൻ ചായ വെക്കട്ടെ. പഞ്ചസാര ഇട്ടിനാ, പഞ്ചസാരയിലിട്ടിട്ട് സ്പൂമാണ്ടേ ഇന്നലെ കൊണ്ടുവന്നുണ്ട്. അടിപൊളി മതി, പാടിട്ടിട്ട് നോക്കട്ടെ. ചൂടുണ്ടേ? നല്ല ടേസ്റ്റ് ആണ്. വേണ്ട, പണ്ടത്തെ കാലം ഓർമ്മ വരും. അനക്കെന്താ ടേസ്റ്റ് ഒക്കെ? ഇപ്പൊ ആരും അരി വറുത്തിട്ട് കട്ടൻ ചായയും അരി വറുത്തും തിന്നുന്നില്ലല്ലോ. ഇപ്പോഴത്തെ അവർക്ക് ഒന്നും പറ്റില്ല. ഞാൻ അന്നൊരിക്കൽ തിന്നിന് കേട്ടാ, പണ്ടൊക്കെ കഴിച്ചാൽ നമുക്ക് ടേസ്റ്റ് ആക്കട്ടെ, കുടിക്കുന്നില്ല. നല്ല ടേസ്റ്റാണ്. അമ്മക്ക് കിട്ടിയ പിന്നെ ഒന്നും തരൂല, ഇങ്ങോട്ട് വെച്ചോട് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ഇനി വറുത്ത് കുപ്പിയിലാക്കി ഇത് പൊങ്ങിക്കൊല്ലം ചെയ്യട്ടാ. തേങ്ങ ഇട്ടിട്ട് തേങ്ങയിലിട്ടിട്ട് പൊങ്ങിച്ച നല്ല രസമാണ്. നമ്മൾ ഇടയ്ക്ക് വൈകുന്നേരം ആക്കുന്നത്. മാറ്റായിട്ട് സമയം ഇപ്പം എത്രയാ? സമയം 1 മണിയാവാനായല്ലേ? ഇതെല്ലാം പാലക്കാട് എണ്ണീരെല്ലാം പറക്കുന്നുണ്ടേ. പുറത്തുനിന്ന് പാചകം ചെയ്യാനാണ് രസമായിട്ടാ. അകത്തുനിന്ന് ചെയ്യുന്നതിനെക്കാട്ടി പുറത്ത് നല്ല കാറ്റിലടിച്ചിട്ട് അപ്പം നല്ല ചൂടടിച്ചു. ഞാൻ അധികം പുറത്തുനിന്ന് അവക്കല്. ഇതുവരെ അരി വറുത്തത് കട്ടൻ ചായയും കുടിക്കാത്തവരൊന്ന് കുടിച്ചു നോക്കട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കേ.